നമസ്കാരം പ്രിയ സ്നേഹിതരെ, NRS ഫ്രം ജംഗിളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചു വന്ന എൻ്റെ ഗ്രാമത്തിലെ സ്കൂളാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃശ്ശിലേരി. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഞാൻ അങ്ങനെ ഏകദേശം ഒരു 10-20 വർഷത്തിന് ശേഷമാണ് എൻ്റെ സ്കൂളിലേക്ക് വരുന്നത്. ഇപ്പോൾ പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സ്കൂൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് സ്കൂൾ ഉള്ളത്. ഇതിപ്പോൾ കാണുന്നത് വെച്ചാൽ LP സ്കൂൾ സെക്ഷനാണ് ഈ കാണുന്നത്. അതുപോലെ സ്കൂളിലെ എല്ലാ പിള്ളേർക്കും ഭക്ഷണവും പാകം ചെയ്ത് കൊടുക്കുന്ന സ്കൂളാണിത്. ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിച്ചൺ തന്നെ അതിവിശാലമായ കിച്ചണും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എല്ലാം വിറകടുപ്പ് വെച്ചുള്ള അടുപ്പുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ഗ്യാസ് എക്യുപ്ഡ് കിച്ചണും സജ്ജീകരണങ്ങളുമാണുള്ളത്. കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന ബിൽഡിങ്ങാണ്. ഈ ബിൽഡിംഗ് ശരിക്കും പണ്ട് മുതലുള്ള ബിൽഡിങ്ങാണ്. പക്ഷേ റിനോവേഷൻ ചെയ്ത് എല്ലാവിധ സജ്ജീകരണങ്ങളും ആക്കിയിട്ടുണ്ട്. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ഓടിട്ട ബിൽഡിങ്ങാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസ്കൂൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. പണ്ട് ഞാൻ പഠിച്ച സമയത്ത് ഈ ഒരു ബിൽഡിംഗ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാം നല്ല സജ്ജീകരണങ്ങളോടുകൂടി വിദ്യാർത്ഥികൾക്കും പഠിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ താഴെ കാണുന്ന 1-2 ബിൽഡിങ്ങുകൾ എന്ന് പറഞ്ഞാൽ അത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങുകളാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മൾ പണ്ട് പഠിച്ച സ്കൂളെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നൊസ്റ്റാൾജിക്കാണ്. ഞാനിപ്പോൾ എല്ലാ പ്രാവശ്യം നാട്ടിലേക്ക് വരലുണ്ടായിരുന്നെങ്കിലും കുറേ നാളുകൾക്ക് ശേഷമാണ് സ്കൂളിൽ വരുന്നത്. ഈ സ്കൂൾ കാണുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. ഈ മരമൊക്കെ നമ്മൾ പണ്ട് പഠിച്ചപ്പോൾ തന്നെയുള്ള മരം കേട്ടോ. അതേപോലെ തന്നെ ഉണ്ട്. ഒരു മാറ്റവും വരുത്താതെ അത്ര വലിയൊരു മരത്തിനൊക്കെ ഇവരിങ്ങനെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നിർത്തുന്നുണ്ട്. മരങ്ങളൊക്കെ വന്നതോടുകൂടി തന്നെ ഗ്രൗണ്ടിൻ്റെ സൈഡുകളിൽ നല്ല തണലും കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെ അടിയിൽ കളിക്കാനും എല്ലാമുള്ള സൗകര്യവും ഇവിടുത്തെ PTA-യും ബാക്കിയുള്ള ആൾക്കാരും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷം. കുറേ നാളുകൾ കഴിഞ്ഞിട്ട് എൻ്റെ സ്കൂൾ കണ്ടപ്പോൾ കേട്ടോ. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉതകുന്നതാണെന്നുള്ള കാര്യം പണ്ട് ചെറുപ്പത്തിലൊന്നും എനിക്ക് ഇത്ര കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ചെറുപ്പകാലങ്ങളിൽ നമ്മൾ സ്കൂളിൽ വന്നിങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, അതായത് സ്കൂളാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതും അതുപോലെ തന്നെ ജീവിത സാഹചര്യം, ജീവിത നിലവാരം മാറ്റുന്നതും സ്കൂള്. അതായത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ ജീവിത നിലവാരവും കാര്യങ്ങളൊക്കെ മാറ്റുവാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി തൃശ്ശിലേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ LP സെക്ഷൻ, UP സെക്ഷൻ, ഹൈസ്കൂൾ സെക്ഷൻ കണ്ടു. അതിനോടുകൂടെ തന്നെ +2 അതായത് ഹയർ സെക്കൻഡറി വിഭാഗവും തൃശ്ശിലേരി സ്കൂളിൽ അത് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. ഇതിനെക്കുറിച്ചുള്ള ഏതൊക്കെ കാറ്റഗറീസാണ് ഈ ഹയർ സെക്കൻഡറി സെക്ഷനിൽ വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാവേ. എന്നും സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ടതാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ്. തൃശ്ശിലേരി സ്കൂളിലെ ശലഭോദ്യാനമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ഈ ബിൽഡിംഗ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാബ് ബിൽഡിങ്ങാണ്. പലവിധ ലാബുകളും ഈ ബിൽഡിങ്ങിലാണ് പ്രവർത്തിച്ച് വരുന്നത്. തൃശ്ശിലേരി ഗ്രാമത്തിൻ്റെ നടുക്കായിട്ട് ആണ് തൃശ്ശിലേരി സ്കൂളും സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്കൂളുകളിലേക്ക് വേണ്ട കറണ്ട് സൗരോർജ്ജത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഈ ബിൽഡിങ്ങുകളുടെ മേലെ വെച്ചേക്കുന്നുണ്ടോ, അതാണ് സൗരോർജ്ജ പാനലുകൾ. അങ്ങനെ നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് തൃശ്ശിലേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കായിക പരിശീലനത്തിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഗ്രൗണ്ടിലേക്കാണ്. അതിവിശാലമായ ഗ്രൗണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ പകുതിയായി ഈ ഗ്രൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടില്ലേ, പവലിയൻസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ചുറ്റുമായി കാണപ്പെടുന്ന, അതായത് ഈ സ്കൂളിൻ്റെ ചുറ്റുമായി കാണപ്പെടുന്ന ഈ മലയാണ് തൃശ്ശിലേരി ഗ്രാമത്തെ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്ന മലകൾ. നേരത്തെ പറഞ്ഞ പോലെ 4 വശവും
മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് തൃശ്ശിലേരി. ആ ഗ്രാമത്തിലെ വിദ്യാർത്ഥികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒരു സ്കൂളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്ന ഈ സ്കൂള്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-25 വർഷം കൂടിയിട്ടാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്കൂളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോട് പങ്കുവെക്കാനായിട്ട് എൻ്റെ സുഹൃത്തും ഈ സ്കൂൾ PTA പ്രസിഡൻറ്റുമായ സക്കീർ നമ്മുടെ കൂടെയുണ്ട്. സക്കീറെ നമസ്കാരം. സക്കീറെ, ഇപ്പോൾ ഈ സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം LP സെക്ഷൻ താഴെ ആയിരുന്നില്ലേ? ഇപ്പോൾ അതല്ല മേലോട്ടേക്ക് തന്നെ ഇങ്ങോട്ട് തന്നെ മാറ്റി. പ്രീ പ്രൈമറി മുതൽ LKG മുതൽ +2 വരെ. പ്രീ പ്രൈമറി ഉണ്ടോ ഇവിടെ? പ്രീ പ്രൈമറി മുതൽ +2 വരെ എല്ലാം ഇവിടെ തന്നെയാണോ? എല്ലാം ഇവിടെ തന്നെയാണ്. ഓക്കെ. 1018 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. 1018 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതായത് ഈ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ. പിന്നെ വേറെ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ഹയർ സെക്കൻഡറിയിൽ ഏതൊക്കെ വിഭാഗങ്ങളാണുള്ളത്? സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ആ 3 വിഭാഗങ്ങളാണ് ഈ ഹയർ സെക്കൻഡറിയിലുള്ളത്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ മുമ്പിലായിട്ട് ഒരു ജീപ്പ്, സ്കൂളിൻ്റെ പേര് എഴുതി ജീപ്പ് കിടക്കുന്നുണ്ടോ? അതെന്താണ് സ്കൂളിൻ്റെ പേര്? അത് വിദ്യാവാഹിനി എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ പുതിയ പദ്ധതിയാണ്. ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ, ആ കുട്ടികളെ പിന്നെ സ്കൂളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അത് സർക്കാരിൻ്റെ ചിലവിൽ പിന്നെ വിദ്യാവാഹിനി എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ലാബ് ബിൽഡിംഗ് കണ്ടല്ലോ, ഈ ലാബ് ബിൽഡിങ്ങിനകത്ത് എന്തൊക്കെ ലാബുകളാണുള്ളത്? കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, സുവോളജി. അപ്പോൾ കമ്പ്യൂട്ടർ ലാബോ? കമ്പ്യൂട്ടർ ലാബ് എന്നൊരു വിഭാഗം ഉണ്ടോ? കമ്പ്യൂട്ടർ ലാബും ഉണ്ട്. കമ്പ്യൂട്ടർ ലാബ് അതിനകത്ത് തന്നെയാണോ ഉള്ളത്? ഓക്കെ. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് കമ്പ്യൂട്ടർ ലാബ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഹൈസ്കൂളിനും ഒന്ന് പിന്നെ UPക്കും ഒന്ന് പിന്നെ ഹയർ സെക്കൻഡറിക്കും ഉണ്ട്. 3 കമ്പ്യൂട്ടർ ലാബുണ്ട്. 3 LPക്കും ഉണ്ട്. 4 കമ്പ്യൂട്ടർ ലാബുണ്ട്. 4 കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്. ഓക്കെ. പണ്ടത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തൃശ്ശൂർ സ്കൂളിൻ്റെ സാഹചര്യം വളരെയധികം മാറി അല്ലേ? മെച്ചപ്പെട്ടുണ്ട്. 1974 പഠിച്ച ഒരു ഡോക്ടർ, അതായത് ഇവിടെ പഠിച്ച ഒരു ആളാണ് ഡോക്ടറായിട്ട്, അവരാണ് നമുക്ക് ഗേറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ മുമ്പിൽ കണ്ട ഗേറ്റ് അല്ലേ? ഫ്രണ്ട് ഗേറ്റ്. ആ ഗേറ്റ് ഡോക്ടർ അപ്പുണ്ണി എന്ന് പറഞ്ഞ അവരുടെ അമ്മയുടെ പേരിൽ, അമ്മാളു വന്ന അമ്മയുടെ പേരിലുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിച്ച, പിന്നെ അദ്ദേഹം സ്കൂളിൽ തന്ന ഒരു ഫണ്ടാണ് ഇപ്പം ഗേറ്റായിട്ട് സ്കൂളിൽ വളരെ മനോഹരമായിട്ട് ഇപ്പം പണി തീർന്നിട്ടില്ല. ആ ഗേറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം എനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നിട്ടോ. പണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിൻ്റെ നടുക്കൂടെ മറ്റായിരുന്നു സ്കൂളിലേക്കുള്ള എൻട്രൻസ്. ഇപ്പോൾ ഗേറ്റ് വന്നപ്പോൾ സ്കൂളിൻ്റെ മുഖം തന്നെ ആകെപ്പാട് മാറിയിട്ടുണ്ട്. അപ്പം സ്കൂളിന് വേണ്ടിയിട്ട് വളരെയധികം പുരോഗമന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ പോയി വരുമ്പോഴത്തേക്കും ഇതിലും കൂടുതൽ ഉയർച്ചയും ഉന്നമനവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യമായ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്ത്, അതുപോലെ തന്നെ PTA പ്രസിഡൻറ്റ്. അപ്പോൾ ഇതുപോലുള്ള ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരോടും ബൈ.